ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിരിക്കുന്നു. ഇന്ന് കാണിക്കുന്നത് ഒരു ഡ്രം ടെസ്റ്റാണ്. ഡ്രം ടെസ്റ്റല്ല, ഡ്രം പഠിക്കാൻ പോയതാണ്. മോള് ഡ്രം പഠിക്കാൻ വേണ്ടി പോയതിൻ്റെ കാര്യമാണ്. ഇന്നലെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ് ഡ്രമ്മിൻ്റെ. അപ്പോൾ അത് ഇൻസ്ട്രക്ടർ അറബിയാണ് കൂടുതൽ പറയുന്നത്. ചെറുതായിട്ട് കുറച്ച് ഹിന്ദി വേർഡുകളായിട്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും ലീവാണ്. അപ്പോൾ ഇന്ന് നേരത്തെ ക്ലാസ് നമ്മൾ മവേല ഗ്രൗണ്ടിൽ അവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടേക്ക് വിട്ടുകൊടുക്കും കൂടിയും ചെയ്യുകയാണെങ്കിൽ അവരുടെ വീട് ഇൻസ്ട്രക്ടറുടെ വീട് അവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്കാണ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ക്ലാസ് കിട്ടും. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിനെ കാണും ചെയ്യാം, എങ്ങനെ ഇവൾക്ക് ഭാഷയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൂടെ പോയതാണ്. അപ്പം ഞാനും ചെറിയ മോളും കൂടെ പോയി. ഞങ്ങൾ ഏതായാലും വെറുതെ ഇരിക്കില്ല വിചാരിച്ച് ഞങ്ങൾ കൂടെ പോയി. ഞാൻ മുന്നേ പഠിക്കാൻ പോയിട്ടുണ്ട്, പക്ഷേ ഞാനത് പെട്ടെന്ന് നിർത്തി. ഞാൻ പഠിക്കാൻ പിന്നെ ടെസ്റ്റൊന്നും കൊടുത്തില്ല. അത് വർഷങ്ങൾക്ക് മുന്നേ അവിടെ നിർത്തിയ അധ്യായമാണ്. അതങ്ങനെ ഇരിക്കുന്നു. പിന്നെ അപ്പോൾ നമുക്ക് നോക്കാം. ഡ്രമ്മ് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം 2 ഡ്രമ്മ് നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, 2 ഡ്രമ്മ് വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നിന്നാണ് 2 ഡ്രമ്മിൻ്റെ ഇടയിൽ നിന്നാണ് റിവേഴ്സ് എടുക്കേണ്ടത്. അതിനുശേഷം കണ്ടില്ല 4 ഡ്രമ്മുകൾ കാണുന്നില്ലേ? ആ 4 ഡ്രമ്മിൻ്റെ ഉള്ളിലേക്കാണ് വണ്ടി കയറ്റേണ്ടത്. അപ്പോൾ എപ്പോഴാണ് തിരിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അത് കൃത്യമായാൽ മാത്രമേ കറക്റ്റ് പോകുള്ളൂ, അല്ലെങ്കിൽ ഡ്രമ്മിൽ തട്ടുമല്ലോ. അപ്പോൾ അത് ഹസ്ബൻഡ് ഇങ്ങനെ തിയറി പറഞ്ഞു കൊടുക്കും പോലെ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കിലത്തെ ഡോറിൻ്റെ സ്മോൾ വിൻഡോ അതിലൂടെ ഫസ്റ്റ് ഡ്രമ്മിൻ്റെ ഫുള്ളും സെക്കൻഡ് ഡ്രമ്മിൻ്റെ ഹാഫും കൂടി കാണുമ്പോൾ സ്റ്റെയറിങ് റൈറ്റിലേക്ക് ഫുള്ളായിട്ട് ഫുള്ള് തിരിക്കണം. അങ്ങനെ എടുത്താലാണ് കറക്റ്റ് ആവുക. ഇപ്പോൾ നമ്മൾ വണ്ടി തിരിച്ചു. അതിനുശേഷം സൈഡ് മിറർ നോക്കിയിട്ട് റിവേഴ്സ് എടുക്കുക. അതിനുശേഷം റൈറ്റ് മിറർ നോക്കിയിട്ട് വണ്ടി ഡ്രംസിൻ്റെ ഇടയിലേക്ക് ഡ്രംസിൻ്റെ ഇടയിലേക്ക് കയറ്റുക. റൈറ്റ് മിറർ നോക്കിയിട്ടാണ് ഡ്രംസിൻ്റെ ഇടയിലേക്ക് കയറ്റേണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് മിററിൽ 4 ഡ്രംസ് സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടാൽ സ്റ്റിയറിങ് 2 റൗണ്ട് തിരിച്ച് ടയർ സ്ട്രെയിറ്റ് ആക്കുക. നമുക്ക് നോക്കാം. ഇനി റിവേഴ്സ് എടുക്കുക. പിന്നെ സ്ട്രെയിറ്റ് എടുത്ത് റിവേഴ്സ് എടുത്തിട്ട് അറ്റം വരെ പോകുക. അതായത് നമുക്ക് നോക്കാം, ഡ്രംസ് അറ്റം വരെ. റിവേഴ്സ് എടുക്കുമ്പോൾ മിററിൽ നോക്കുക. അപ്പോൾ റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ കൂടുതൽ നീങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൂടുതൽ നീങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിയറിങ് ഹാഫ് തിരിച്ച് ഒരു പൊടി വണ്ടി മൂവ് ചെയ്തിട്ട് വീണ്ടും സ്റ്റിയറിങ് സ്ട്രെയിറ്റ് ആക്കുക. ഇപ്പോൾ നമ്മൾ എൻഡ് വരെ പോയി. അതുപോലെ തന്നെ സ്റ്റിയറിങ് നേരെ ഒന്നും ചെയ്യേണ്ട, അത് തൊടാതെ എന്ന് പറഞ്ഞ പോലെ നേരെ ഫ്രണ്ടിലേക്ക് വരിക. നമുക്ക് നോക്കാം. ഇനി വേണ്ടത് ഓരോ 2 ഡ്രംസുകളുണ്ടല്ലോ, ഓരോ പെയർ ഡ്രംസ്,
ആ പെയർ ഡ്രംസിൻ്റെ അവിടെ ഇടയിൽ അതിന് പാരലലി വരുമ്പോൾ നമ്മൾ നിർത്തുക. ഒന്ന് ചെറുതായി നിർത്തിയിട്ട് നമ്മൾ രണ്ട് സൈഡും ഒരുപോലെ അല്ലേ നോക്കുക. ഒരുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനിയിപ്പോൾ അതിന് കോൺഫിഡൻസ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടരുതെന്നാണ് പ്രധാനമായിട്ടുള്ളൂ. അതാണ് നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതാ നമ്മൾ മുന്നോട്ട് വരുന്നു. ഇനി ലെഫ്റ്റ് സൈഡിൽ വണ്ടിയുടെ ബാക്ക് ഡോറിൻ്റെ ഹാൻഡിലോ അല്ലെങ്കിൽ ടയറോ പാരലലി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് ഡ്രമ്മിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് ഓടിച്ച് പോവുക, മുന്നോട്ട് പോവുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡ് മിറർ ബാക്കിലുള്ള ഡ്രംസിൻ്റെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് അത് സ്ട്രെയിറ്റായിട്ട് കണ്ടാൽ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആക്കി കയറ്റാം. ഇനി നമ്മൾ റിവേഴ്സ് എടുത്തിട്ട് ആ സൈഡിൽ നിന്ന് വരുമ്പോഴുള്ള ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് ഡ്രമ്മും സെക്കൻഡ് റോയിലെ സെക്കൻഡ് ഡ്രമ്മും സെക്കൻഡ് ഡ്രമ്മിൻ്റെ 40% നമ്മൾ ബാക്ക് സൈഡിലൂടെയുള്ള വലിയ വിൻഡോയിലൂടെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് ഓടിച്ച് കയറ്റുക. നമ്മുടെ ഇൻസ്ട്രക്ടർ അതിങ്ങനെ ഡ്രമ്മ് കാണിക്കുന്നുണ്ട്, എത്രയാണ് അത് പോയിൻ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, എത്ര നമ്മൾ കാണേണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോൾ എത്രയാണ് നമ്മൾ എപ്പോഴാണ് വണ്ടി ഓടിക്കേണ്ടത് എന്നുള്ളത് അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് കാണാം. ഇൻസ്ട്രക്ടർ അവിടെ പോയിൻ്റ് ചെയ്തിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആക്ഷനിലൂടെയും പറയുന്നുണ്ട്, അത് ഓടിക്കേണ്ട കാര്യം അത് ആക്ഷനിലൂടെ പറയുന്നു. ഇവർ അറബിയിൽ പറയുന്നത് അച്ഛനെനിക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഒരു ലാഗ് വരുന്നത്. വണ്ടി സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ഒഴിച്ച് നമ്മൾ കയറ്റുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കിയിട്ട് ഡ്രംസിൻ്റെ ഇടയിലേക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കിയിട്ട് വണ്ടി ഡ്രംസിൻ്റെ ഇടയിലേക്ക് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് മിറർ നോക്കുക. അതിനുശേഷം അതിൽ 4 ഡ്രംസും സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് 2 തവണ തിരിച്ച് ടയർ സ്ട്രെയിറ്റ് ആക്കുക. അതിനുശേഷം റിവേഴ്സ് എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, അതായത് ഏതെങ്കിലും ലെഫ്റ്റ് റൈറ്റ് ഏതെങ്കിലും സൈഡിലേക്ക് കൂടുതൽ നീങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഹാഫ് തിരിച്ച് ഒരു പൊടി വണ്ടി മൂവ് ചെയ്തിട്ട് വീണ്ടും സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആക്കുക.
ഇനി നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യണം. അത് എല്ലാവരും ദയവായിട്ട് വാച്ച് ചെയ്യണം. അതെ അങ്ങനെ പോകുമ്പോൾ ഈ ഫസ്റ്റ് ഡ്രമ്മ് അതിൻ്റെ ബോഡി മുകൾ ഭാഗമല്ല, ബോഡി ഭാഗം അത് കാണാം. അത് നേരെ അപ്പുറത്തെ ഡ്രം ഉണ്ടല്ലോ, ആ മിഡിൽ പകുതി രണ്ടും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് തിരിക്കുക. ഓക്കെ ഓക്കെ.
ഇതിങ്ങനെ തിയറി പോലെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ടിപ്സ് അറിഞ്ഞാൽ തന്നെ എല്ലാവരും പാസ്സാവും. ഇനി ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലും എന്താണെങ്കിലും കമൻ്റായിട്ടും നമുക്ക് പറഞ്ഞു തരണമെന്ന് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം തേഴ്സ്ഡേ ടെസ്റ്റ് എടുക്കണം എന്നാണ് ചിന്തിക്കുന്നത്. ഇത് 2ാമത്തെ ക്ലാസ്സാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ കാണണം, വാച്ച് ചെയ്യണം, പിന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി ഭാഗം കൂടി എല്ലാവരും വാച്ച് ചെയ്യണം. നേരെ അതുപോലെ തന്നെ ഗ്ലാസ് നോക്കുക, ഡ്രമ്മ്, ബോഡി, മറ്റൊരു ഹാഫ്. പതുക്കെ പതുക്കെ എന്നാ പറഞ്ഞു. എന്താ വെച്ചാൽ ഒന്ന് മലയാളം പറഞ്ഞു കൊടുക്കൂ. يوم الخميس والتراي لازم معلومه هذا 3 يوم 4 يوم. ايوه
താങ്ക് യു ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു.